ഇന്നൊരു വെജിറ്റബിൾ ബിരിയാണി ആയാലോ? ബിരിയാണി പലരും പല പല തരത്തിലാണ് ഉണ്ടാക്കുക അല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ്. ഒരുപാട് രീതികൾ പരീക്ഷിക്കാറുണ്ട്. അതിലെ ഒരു രീതിയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ബാസ്മതി അരിയിലാണ് ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് 2-3 തവണ കഴുകിയതിന് ശേഷം 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ കുതിർക്കാനായി വയ്ക്കുക. ഇനി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി, തക്കാളി, ഉപ്പിട്ട് വേവിച്ച പച്ചപ്പട്ടാണി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കോളിഫ്ലവർ, ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തൈര്, കൊത്തമല്ലി ഇല, പുതിന ഇല, കുറച്ച് കാഷ്യൂ ആവശ്യമായിട്ടുണ്ട്. അടുപ്പത്തൊരു കുക്കർ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, നെയ്യ്, ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം സ്പൈസസ് ആഡ് ചെയ്യാം. ബേ ലീഫ്, സ്റ്റാർ അനീസ്, പട്ട, ഏലക്ക, ഗ്രാമ്പു, കാഷ്യൂ ഇതെല്ലാം ചേർത്ത് ഒരു 5-10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉള്ളി ചേർക്കുക. ഉപ്പിട്ട് വഴറ്റിയ ഉള്ളി വേഗം വഴന്ന് കിട്ടുന്ന എല്ലാവർക്കും അറിയാലോ. ഞാനിവിടെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉള്ളി നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരിവാകുമ്പോഴത്തേനും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. ഒരു 20-30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും സിമ്മിലേക്ക് മാറ്റിയിട്ട് അടപ്പിട്ടടച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കുക. കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല ഇവയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. തൈര് ചേർക്കുക, ഇളക്കി കൊടുക്കുക. ഇനി പച്ചക്കറികളെല്ലാം ആഡ് ചെയ്യാനുള്ള സമയമാണ്. എല്ലാം ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ചേർത്തിരിക്കുന്ന മസാലകളെല്ലാം വെജിറ്റബിൾസിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂടി ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കരുത്, കാരണം അരി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളത്തിൻ്റെ അളവ് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നതാണ്. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. സോ 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഏത് പാത്രത്തിലാണോ അരി അളന്നത് അതേ പാത്രത്തിൽ തന്നെ വെള്ളവും അളക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ കോളിഫ്ലവർ ഞാൻ ഇപ്പോഴാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം ചേർക്കാതിരുന്നതിന് കാരണം കോളിഫ്ലവറിന് കുക്കിംഗ് ടൈം വളരെ കുറച്ചേ വേണ്ടുള്ളൂ എന്നതുകൊണ്ടാണ്. ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. കറക്റ്റ് ആണെങ്കിൽ പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. സ്റ്റീം പോയതിനു ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ തുറക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. കോളിഫ്ലവർ ഉടഞ്ഞു പോയിട്ടില്ല. ടേസ്റ്റും നന്നായിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.